സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് സെൻസിങ് ഡിവൈസസ്. ഡിസ്പ്ലേസ്മെന്റ് സെൻസിങ് ഡിവൈസസ്. So we already discussed about strain gauge and potentiometer, angular and linear potentiometer and strain gauge. Now we're going to discuss about the new technique of measuring displacement, that is linear displacement measuring device, LVDT, linear variable differential transformer. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതൊരു ടാസ്ക് ആയിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഖിൽ ലൈനിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നിഖില് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നിഖില്? ഇതെന്താ അറിയോ, ഇത് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. ഇൻസ്ട്രുമെന്റേഷനിൽ പിന്നെ നമ്മൾ പഠിച്ച ഒരു ടെസ്റ്റിംഗ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ടെക്നിക്കാണ് LVDT ടെക്നിക്ക്. നിഖിലായി പറയുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്തായാലും ആദ്യമായിട്ട് ഒരു ടാസ്ക് തന്നതല്ലേ. ഓക്കെ, നിഖിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ഞാൻ സ്ലൈഡ് സെറ്റ് ചെയ്തു. ഈ സ്ലൈഡ് മതിയോ? ഈ ഒരു ഫിഗർ മതിയോ? അല്ല, വേറെ ഒരു സ്ലൈഡ് ഞാനല്ല. അത് നീ ഷെയർ ചെയ്യും. കാണുന്നുണ്ടോ? ഓ ഷുവർ, കാണുന്നുണ്ട്. LVDT എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ഇന്നലെ പഠിച്ചതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് സെൻസർ ആണ് LVDTയും. ആക്ച്വലി LVDT എന്ന് പറയുന്നത് ഒരു എന്താ പറയുക മെഷറിംഗ് ട്രാൻസ്ഫോമറാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ എന്ന് പറയാം. LVDT ഇതിന്റെ പേര് പോലെ തന്നെ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. അതായത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെൻസിങ് ഡിവൈസ് ആണ് LVDT. അതുപോലെ തന്നെ റോട്ടറി, അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് സെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റോട്ടറി വേരിയബിൾ ഡിസ്പ്ലേസ്മെന്റ്. ഇതിന്റെ രണ്ടിനും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ രണ്ടിലും ഇലക്ട്രോണിക് കോമ്പോണൻസ് വളരെ കുറവാണ്. മെയിൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ലൈഫ് ഉണ്ടാവും. പിന്നെ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഇലക്ട്രോണിക് കോമ്പോണൻസ് ഉപയോഗിക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. ഇതിൽ LVDTയിൽ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. എനിക്കൊന്ന് 650 ഡിഗ്രി സെൽഷ്യസും മറ്റുമാണ് ഇതിന്റെ വിത്ത്സ്റ്റാൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ RVDT എന്ന് വെച്ചാൽ മെഷറിംഗ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ നോൺ കോണ്ടാക്ട് ട്രാൻസ്ഡ്യൂസർ ആണ് ഇത്. എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ ഒരു ഇൻസുലേഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇത് LVDT വർക്ക് ചെയ്യുന്നത് പ്യുവർലി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ്. ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ LVDTന്റെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും നോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ അതിന്റെ പ്രൈമറി സെക്ഷനിൽ വന്നാൽ അത് സെക്കൻഡറി കണക്ഷനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു നോൺ കോണ്ടാക്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയപ്പെടുന്നത്. ഇനി LVDT എന്ന് വെച്ചാൽ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ്. പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ പ്രിൻസിപ്പൽ ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതിൽ മെയിൻ ആയിട്ട് 2 എലമെന്റ്സ് വരുന്നത് കോയിലും പിന്നെ കോറുമാണ്. ഇതിൽ പ്രൈമറി സെക്ഷനിൽ ഒരു കോയിലും സെക്കൻഡറി സെക്ഷനിൽ 2 കോയിലും വെച്ചിട്ടാണ് വരുന്നത്. ഇതാണ് LVDTന്റെ ഒരു ഫിസിക്കൽ വ്യൂ എന്ന് പറയുന്നത്. ഒരു എക്യുപ്മെന്റ്. ഇതിന്റെ പേര് എന്ന് പറഞ്ഞത് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ AC ഇൻപുട്ടും ഔട്ട്പുട്ടും വരുന്നത്. ആക്ച്വലി ഇതിന്റെ DCയും കൂടി ഉണ്ട്, പക്ഷെ അതിപ്പോ നിലവിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോഴൊക്കെ DC ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചതായി എനിക്ക് തോന്നുന്നു. പക്ഷെ അതിലെത്ര എന്താ പറയാ ഫേമസ് ആയിട്ടില്ല. പിന്നെ ഡിഫറൻഷ്യൽ എന്നുള്ള പേര് വരാൻ കാരണം നാച്ചുറൽ നൾ പോയിന്റ് സെന്ററിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ എന്നുള്ള പേര് വന്നത്. പിന്നെ വേരിയബിൾ മൂവബിൾ കോറിലുകൊണ്ട് വേരി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പൊസിഷൻ സെൻസ് ചെയ്യാൻ പറ്റുന്നത്.
പിന്നെ ലീനിയർ എന്നുള്ളത് ലീനിയർ പൊസിഷൻ മെഷർ ചെയ്യാന്നാണ് ലീനിയർ എന്നുള്ള പേര് വന്നത്. പിന്നെ LVDTന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് പൊസിഷൻ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ആക്യുറേറ്റ് വാല്യൂ ആയിരിക്കും തരുന്നത്. ഇതാണ് LVDTന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതിൽ കാണുന്ന സെൻട്രൽ ഉള്ളതാണ് പ്രൈമറി കോയിൽ, രണ്ട് എൻഡിലുള്ളത് സെക്കൻഡറി കോയിലാണ്. സെക്കൻഡറി കോയിൽ സെയിം നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും. അതുപോലെ തന്നെ സീരീസ് കണക്ഷൻ ആയിരിക്കും. സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ഇതാണ് പ്രൈമറി സെക്ഷൻ വരുന്നത്. പ്രൈമറിയിൽ നമ്മളിപ്പം വോൾട്ടേജ് കൊടുത്തിട്ട് വോൾട്ടേജ് എക്സൈറ്റേഷൻ ചെയ്യുമ്പോൾ പ്രൈമറി കോയിൽ, ഈ കോയിൽ എന്ന് പറയുന്നത് ഒരു കോയിൽ ആക്റ്റീവ് ആവും. ആക്റ്റീവായിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി കോയിൽ ബിയും കോയിൽ സിയിലും ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സെയിം നമ്പർ ഓഫ് ടേൺസ് ആയതുകൊണ്ട് ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF സെയിം ആയിരിക്കും. പിന്നെ ഇത് കോയിൽ ബിയും കോയിൽ സിയും സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷനും ഓപ്പോസിറ്റും ആണ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ നിന്ന് എടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നെറ്റ് വോൾട്ടേജ് ആയിരിക്കും. ഇത് സീരീസും ഓപ്പോസിറ്റ് കണക്ഷനും ആയതുകൊണ്ട് ഈ വ്യൂവില്, അതായത് ഈ കോർ മിഡിൽ പൊസിഷനിലുള്ള, അതുകൊണ്ട് ഈ നമ്മൾ എടുക്കുന്ന V2 വോൾട്ടേജ് 0 ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ബിയിലുള്ള EMF മൈനസ് സിയിലുള്ള EMF ആണ് നമുക്ക് V2 കിട്ടുന്നത്. അപ്പം ആ പൊസിഷൻ 0 ആയിരിക്കും. അപ്പം കോറ് അപ്വേർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് കോയിൽ ബിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ കോയിൽ ബിയിൽ ഇൻഡ്യൂസ്ഡ് EMF കൂടുതലായിരിക്കും. അതുകൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. ഇവിടെ വെച്ചാൽ V2 നെറ്റ് EMF എന്നത് പോസിറ്റീവ് ആയിരിക്കും. കോറ് ഡൗൺവേർഡ്സ് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോയിൽ സിയിലായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സിയിലുള്ള ഇൻഡ്യൂസ്ഡ് EMF കൂടുതലായിരിക്കും. അപ്പം E1 മൈനസ് E2 എന്ന് പറയുന്നത് നെറ്റ് EMF, അത് നെഗറ്റീവ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ LVDTന്റെ മാഗ്നിറ്റ്യൂഡും പൊളാരിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പൊളാരിറ്റി മെയിൻ ആയിട്ട് നോക്കുന്നത് പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് LVDT എന്ന് പറയുന്നത് ഒരു പൊസിഷനും കൂടിയാണ് പറയാൻ കാരണം. പിന്നെ ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വ്യൂ. പ്രൊട്ടക്റ്റീവ് ഷീൽഡ്, ഇൻസുലേറ്റിംഗ് ഫോം, കോറ്, പ്രൈമറി കോറും സെക്കൻഡറി കോറും. ഇത് വർക്കിംഗ് എന്ന് പറയുന്നത്. ഹലോ, കാണുന്നുണ്ടോ? ഹലോ, ഞാൻ LVDTന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഈ കോർ ഇപ്പം സെക്കൻഡറി കോയിലിലെ രണ്ടാമത്തെ കോയിലിലേക്ക് പോയിട്ടുള്ള പൊസിഷനാണിത്. രണ്ടാമത്തെ കോയിലിലേക്ക് പോകുമ്പോൾ ആ കോയിൽ 2ലാണ് കൂടുതൽ എക്സൈറ്റേഷൻ വരുന്നത്. സാർ മനസ്സിലാകുന്നുണ്ടോ? കുറച്ച് സ്പീഡ് കുറക്കുവോ? ഓക്കെ. ഈ കോർ എന്ന് പറയുന്നത് മിഡിലാണെങ്കിൽ ഈ പോയിന്റാണ് നൾ പോയിന്റ് എന്ന് പറയുന്നത്, മിഡിലുള്ള പോയിന്റ്. അതായത് ഈ സെക്കൻഡറി കോയിലുള്ള രണ്ട് കോയില് ES1ഉം ES2ഉം, അതിൽ രണ്ടിലും കിട്ടുന്ന EMF എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിലെ രണ്ടിലും നമ്പർ ഓഫ് ടേൺസ് ഈക്വൽ ആണ്. അപ്പം മിഡിലുള്ള, അതായത് കോർ മിഡിലുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സെക്ഷനെയാണ് നൾ പോയിന്റ് എന്ന് പറയുന്നത്. ആ നൾ പോയിന്റിൽ നെറ്റ് EMF 0 ആയിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ. അപ്പൊ കോറ് ഇപ്പൊ E2 സെക്ഷനിലേക്ക് പോകുമ്പം E2 സെക്ഷനിലായിരിക്കും കൂടുതൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ് EMF എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും വരിക. കാരണം നെറ്റ് EMF എന്ന് പറയുന്നത് ES1, അതായത് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ S1 കോയിൽ മൈനസ് ES2 EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡ് കോയിൽ, അതാണ് നെറ്റ് EMF എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോറ് ഇപ്പം ES2 സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അതായത് ഈ സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ES2ലായിരിക്കും കൂടുതൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നെറ്റ് EMF നെഗറ്റീവ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ നമുക്ക് പൊസിഷൻ അനലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഇത് ഗ്രാഫിക്കൽ വ്യൂ ആണ്. അപ്പം നമ്മളിപ്പം എന്താ പറയാ, വോൾട്ടേജ്
CRT മൊത്തം കണക്ട് ചെയ്താൽ കിട്ടുന്ന ഒരു വ്യൂ ആണിത്. പ്രൈമറി എക്സൈറ്റേഷൻ, സെക്കൻഡറിയിലുള്ള 2 കോയിലുള്ള എക്സൈറ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നുള്ളത് LVDT ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നുള്ളത് ആപ്ലിക്കേഷൻ ആണ്. To detect the number of currency dispensed by the ATM, to provide displacement feedback from the hydraulic cylinder, to control the weight and thickness of the medicinal product. മെഡിസിൻ പ്രൊഡക്റ്റ് മരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതിൻ്റെയൊക്കെ തിക്നെസ് മനസ്സിലാക്കാൻ, അതിന്റെ വെയിറ്റ് മനസ്സിലാക്കാൻ. കാരണം എന്ന് വെച്ചാൽ LVDT കൊണ്ട് ചെറിയ തിക്നെസ്, ചെറിയ വെയിറ്റ് കൂടി മനസ്സിലാക്കാൻ പറ്റും. റേഞ്ച് എന്ന് പറയുന്നത് +or -4 to 400 mm മറ്റുമാണ്. പിന്നെ ഇതിന്റെ എക്സാമ്പിൾസ്, റിയൽ ടൈം എക്സാമ്പിൾസ് എന്നാണ് ഇത്. അതായത് ബെൻഡിങ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ തിക്നെസ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് LVDT മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, എന്തായാലും ഉഷാറാക്കി. മനസ്സിലായോന്നറിയില്ലേ? മനസ്സിലായോന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ആരും മനസ്സിലാവാത്ത രീതിയിലൊന്നും പറഞ്ഞു. പഠിച്ചിന് നിങ്ങൾ പ്രീവിയസ് സെമിസ്റ്ററിൽ പഠിച്ചാണിത്? 3 പ്രാവശ്യം പഠിച്ചിരുന്നു തോന്നുന്നു. എടാ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? നിഖിലൊന്ന് സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യാവോ? സ്റ്റോപ്പ് ചെയ്തല്ലോ. ഓക്കെ. നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാവോ? കാണാം. കാണുന്നുണ്ടോ? വൈഷ്ണവ് കാണുന്നില്ലേ? കാണുന്നില്ല. ഇല്ല. ഇപ്പം കാണാം. നിഖില് കാണിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതൊന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം, കുറച്ചുകൂടി എളുപ്പത്തിൽ സംഭവം മനസ്സിലാവാൻ വേണ്ടിട്ട്. കാണുന്നുണ്ടോ? ഓക്കെ. നമ്മൾ പറഞ്ഞ ഒരു ടേം ആണ്, ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. എന്തായിരുന്നു പാസീവ് ട്രാൻസ്ഡ്യൂസർ? ഈ ട്രാൻസ്ഡ്യൂസർ, അതായത് ഈ സെൻസർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഇതിന് എന്തെങ്കിലും പവർ കൊടുക്കണം. സ്വന്തം ഇതിൽ വർക്ക് ചെയ്യാം. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുക, അതായത് നമുക്ക് ഇവിടെ കാണേണ്ടത് ഡിസ്റ്റൻസ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യേണ്ട ആരതാണോ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തതിനെ കൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല. അതിന് പകരം എക്സ്റ്റേണലി നമ്മൾ വേറെ തന്നെ ഒരു പവർ ഡിവൈസ് വെച്ച് ഇതിനെ വർക്ക് ചെയ്യണം. സോ ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണ് പറയുന്നത്. ആദ്യം ഒരു കോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു കോയിൽ ഒരു ഹോളോ ഷാഫ്റ്റിന് അറൗണ്ട് ആയിട്ട് വൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരു AC കറണ്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രൈമറി സർക്യൂട്ട്. ഓക്കെ. ദെൻ സെക്കൻഡറി കോയിൽസ്. 2 secondary coils having equal number of turns. നിഖില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ പ്രിൻസിപ്പിൾ തന്നെയാണ്. പ്രൈമറി സെക്കൻഡറി കോയിൽസ് ആണ് നമുക്ക് ട്രാൻസ്ഫോമറിനകത്ത് ഉള്ളത്. സോ ഇവിടെ ഒരു പ്രൈമറി കോയിൽ, അതാണ് സെൻട്രൽ പൊസിഷനിൽ, ആ ഒരു ഹോളോ ഷാഫ്റ്റിന്റെ സെൻട്രൽ പൊസിഷനിൽ വൗണ്ട് ചെയ്തേക്കുന്നത്. അതിൽ AC കറണ്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി എക്സ്റ്റേണൽ പവർ. അതാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്നത്. ദെൻ ഈ പ്രൈമറി കോയിലിന്റെ രണ്ട് സൈഡിലുമായിട്ട് സെക്കൻഡറി കോയിൽസ് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ള, ഓപ്പോസിറ്റ് ടേണിങ്സ് ഉള്ള സെക്കൻഡറി കോയിൽസ് നമ്മൾ വൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 സെക്കൻഡറി കോയിലും സീരീസ് കണക്ഷൻ ആണ്. അതായത് ഒരു എൻഡിൽ കണക്ട് വൗണ്ട് ചെയ്ത് ആ ഭാഗം കഴിഞ്ഞാൽ അതേ വയർ എടുത്തിട്ട് തന്നെയാണ് സെക്കൻഡറി കോയിലിന്റെ അതർ എൻഡിൽ നമ്മൾ വൗണ്ട് ചെയ്യുന്നത്. അതായത് ഒരൊറ്റ വയറിലാണ് ഈ 2 ടേണിങ്സും, അതായത് 2 എൻഡിലുള്ള ടേണിങ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ 2 secondary coils having equal number of turns. കൺസ്ട്രക്ഷൻ ആണ് പറയുന്നത്. അപ്പം ഈ സെക്കൻഡറി കോയിൽസ് ഞാൻ പറഞ്ഞ ഒറ്റ വയറിൽ നിന്ന് തന്നെയാണ് ഇത് വൗണ്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സെക്കൻഡറി കോയിലിന് 2 എൻഡ് ഉണ്ടാവും. ആ 2 എൻഡും കൂടി കണക്ട് ചെയ്ത് അവിടെ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്ട്രുമെന്റ് വെക്കും.
അപ്പോൾ അവിടെ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ ഈ ഒരു സെൻസിങ് ഡിവൈസിന്റെ ഔട്ട്പുട്ട് ആയിട്ട് മെഷർ ചെയ്യുന്നത് ഈ സെക്കൻഡറി വൈൻഡിങ്സിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുക. സോ ഇവിടെ സെക്കൻഡറി കോയിൽ രണ്ടെണ്ണം ആയതുകൊണ്ട് ഒന്നിന് ഞാൻ സെക്കൻഡറി 1 ദാറ്റ് ഈസ് S1, മറ്റേതിന് S2 എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ ഇതിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് ഈസ് E0 അല്ലെങ്കിൽ ഈ ഔട്ട്പുട്ട് എന്നൊക്കെ പറയാം ES1 മൈനസ് ES2 എന്നായിരിക്കും ജനറൽ ഇക്വേഷൻ. ആണ് അവിടെ കാണിച്ചേക്കുന്നത്. E0 net induced EMF, ES1 EMF induced at secondary coil S1, ES2 EMF induced at secondary coil S2. Then അടുത്ത ഇതിന്റെ പാർട്ട് കൺസ്ട്രക്ഷനിൽ ഓരോന്നോരോന്നായിട്ട് പറയാണ്. പ്രൈമറി കോയിൽ പറഞ്ഞു, സെക്കൻഡറി കോയിൽ പറഞ്ഞു. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഒരു കോർ ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ പോലുള്ള ഒരു എലമെന്റ്. കോർ എന്ന് പറയുന്ന ഒരു മൂവബിൾ എലമെന്റ് ഉണ്ട്. ഈ കോർ എലമെന്റ് ആണ് നമ്മളുടെ ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്ന സാധനം. അതായത് നമുക്കിപ്പോ ആരുടെ ഡിസ്റ്റൻസ് അല്ലെ ആരുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ലീനിയർ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനാണല്ലോ LVDT യൂസ് ചെയ്യുക. ആരുടെ ലീനിയർ മോഷൻ ആണോ കാണേണ്ടത് അയാളെ നമ്മൾ ഈ കോറുമായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോ ലീനിയർ മോഷൻ ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ പിറകിലേക്ക് ആ ഒരു ടു ആൻഡ് ഫ്രോ മോഷനേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് മൂവ് ചെയ്യേണ്ട അല്ലെങ്കിൽ മോഷൻ കണ്ടുപിടിക്കേണ്ട ആളുടെ ഒരു എൻഡ് കൊണ്ടുപോയിട്ട് ഈ കോറിന് കണക്ട് ചെയ്യും. അപ്പോൾ മുമ്പോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ കോറും മുമ്പോട്ടേക്ക് മൂവ് ചെയ്യും. ഇനി നമ്മുടെ എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് ബാക്ക് സൈഡിലേക്ക് അല്ലെങ്കിൽ പിറകിലേക്ക് വലിയുമ്പോൾ കോറും അതിന് കണക്കായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിലെ മൂവബിൾ എലമെന്റ് അല്ലെങ്കിൽ വർക്കിംഗ് എലമെന്റ്. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ഒരു പ്രൈമറി സർക്യൂട്ട്, സെൻട്രലുള്ള പ്രൈമറി സർക്യൂട്ടിൽ AC കറണ്ട് കൊടുക്കുമ്പോൾ അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയി മാറും. അതായത് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. ആ കോയിലിന് അറൌണ്ട് ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. ആ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ബ്ലൂ കളറിൽ. ഹലോ ഹലോ ഹലോ, എടാ കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ AC കറണ്ട് കൊടുക്കുമ്പോൾ പ്രൈമറി കറണ്ടിൽ ഒരു പ്രൈമറി കറണ്ട് കാരണം പ്രൈമറി സർക്യൂട്ടിൽ ഇലക്ട്രോ മാഗ്നറ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന സംഭവം അതിലുണ്ടാവും. അതായത് അതിന്റെ ചുറ്റിലും ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും, ഇലക്ട്രോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതിപ്പോ കോർ ഉള്ളത് എക്സാക്ട് സെൻട്രൽ പൊസിഷനിലാണ്. ഇപ്പൊ അതിനകത്ത് പ്രൈമറി കോയിലിനകത്തുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് കാരണം രണ്ട് സെക്കൻഡറി കോയിലും ചെറിയൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതാണ് നമ്മൾ ട്രാൻസ്ഫോമറിലൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൈമറി കോയിൽ ഇപ്പം കോർ സെൻട്രലാണ്. പ്രൈമറി കോയിലിൽ ഞാൻ AC കറണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് സെക്കൻഡറി കോയിലും ഈ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് കാരണം ചെറിയ EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് ഈസ് E0 അല്ലെങ്കിൽ EO എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം ES1 മൈനസ് ES2 ആണ്. അപ്പൊ കോർ അറ്റ് സെൻട്രൽ ആവുമ്പോൾ രണ്ട് സെക്കൻഡറി കോയിലും ഒരേ എമൗണ്ടിലുള്ള EMF ആണ് ഇൻഡ്യൂസ് ആവുക. കാരണം രണ്ടിലും ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോ ഇക്വേഷൻ പ്രകാരം ഇപ്പോ ഇതിന്റെ നെറ്റ് EMF എന്ന് പറയുന്നത് ES1 മൈനസ് ES2. ഇത് രണ്ടിലും സെയിം എമൗണ്ട് EMF ആയതുകൊണ്ട് തന്നെ നെറ്റ് EMF എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് 0 ആവുന്ന അല്ലെങ്കിൽ കോർ സെൻട്രൽ ആകുമ്പോൾ 0 ഔട്ട്പുട്ട് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഇപ്പൊ കോറിന്റെ പൊസിഷനെ നമ്മൾ നൾ പൊസിഷൻ എന്നാ പറയാം. നൾ പൊസിഷൻ, അത് ഒന്നുമില്ല. അതായത് നെറ്റ് EMF 0 ആണ്. ദാറ്റ് ഈസ് നൾ പൊസിഷൻ, നൾ വോൾട്ടേജ് കിട്ടുന്ന പൊസിഷൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആരുടെ മൂവ്മെന്റ് ആണോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണോ കാണേണ്ടത് അയാൾ നമ്മൾ കോറുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ കാണേണ്ട എലമെന്റ് മുമ്പോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ കോറ് മുമ്പോട്ടേക്ക് മൂവ് ചെയ്യും. ഈ ഫിഗർ പ്രകാരം റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും എന്ന് പറയാം. മുമ്പോട്ടേക്ക് എന്നുള്ളതിന് പകരം ഞാൻ റൈറ്റിലേക്ക് എന്ന് പറയും, ബാക്കോട്ടേക്ക് എന്നുള്ളതിന് പകരം ലെഫ്റ്റിലേക്ക് എന്ന് പറയും. അപ്പോൾ കോറ് ഞാൻ പുറത്തൊരാളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അയാൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കോറും ഇപ്പോൾ ഉള്ള സെൻട്രൽ പൊസിഷനിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യും അല്ലെ. ഇനി പുറത്ത് ഞാൻ കണക്ട് ചെയ്ത എലമെന്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കോറും ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ ഇവിടെ സെൻസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ മറന്നു പോകരുത്. ഇനി നമുക്ക് നോക്കാം. അവിടെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അവിടെ തന്നെ ES1 മൈനസ് ES2 വർക്കിങ്ങിന്റെ ഡീറ്റെയിൽഡ് ആണ്. നിഖിൽ കാണിച്ച വീഡിയോ ആണിത്. AC കറണ്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ കറണ്ട് അതിലേ പാസ് ചെയ്യുമ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ രണ്ട് സെക്കൻഡറി കോയിലും ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഒരു ബ്ലൂ കളറൊക്കെ അവിടെ കാണിച്ച്. സെക്കൻഡറി കോയിൽ ഒന്ന് നോക്കുക, ES1ഉം ES2ഉം ഉണ്ടാവും. കോററ്റ് സെൻട്രൽ ആകുമ്പോൾ രണ്ടിനകത്തും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF സെയിം ആണ്. ദാറ്റ് ഈസ് ES1 ഈസ് ഈക്വൽ ടു ES2 ആണ്. അതുകൊണ്ട് തന്നെ നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ പൊസിഷനെ പറയുന്ന പേര് നൾ പൊസിഷൻ. ഓക്കെ, ഇനി കോർ റൈറ്റിലേക്ക് മൂവ് ചെയ്തേ.
കോർ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്ത ഡിവൈസ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത കോറും റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പം കോർ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പ്രൈമറി കോയിലുള്ള കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ S1 ആയിട്ടാണോ അല്ലെങ്കിൽ S2 ആയിട്ടാണോ ലിങ്ക് ചെയ്യുക? S2 ആയിട്ട് കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ലിങ്ക് ചെയ്യും. കാരണം ഒരു ഫെറോ മാഗ്നറ്റിക് കോർ ആണ് ഇൻസൈഡിലുള്ളത്. അയാൾ റൈറ്റിലേക്ക് മൂവ് ചെയ്തപ്പം ആ കോറുമായിട്ട് കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പം S2 ആയിട്ട് കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് അസോസിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ കട്ട് ചെയ്യും. അപ്പൊ അത്രയും ലൈൻസ് ഓഫ് ഫോഴ്സ്, കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് S2 കട്ട് ചെയ്യുമ്പോൾ ഈ S1 ആയിരിക്കുമോ കൂടുതൽ, ഈ S2 ആയിരിക്കുമോ കൂടുതൽ? ഈ S2 ആയിരിക്കും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പ്രകാരം നെറ്റ് EMFന്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എടാ ഇക്വേഷൻ ഇവിടെ മേലെ കാണിച്ചിട്ടുണ്ട്, റെഡ് കളറിൽ സെക്കൻഡ് ബോക്സ്. ദാറ്റ് ഈസ് നെറ്റ് EMF ES1 മൈനസ് ES2. S2 കൂടുമ്പം അതിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെ? Correct right ES1 less than ES2, that is ES2 is greater. So net output voltage അല്ലെങ്കിൽ net EMF എന്ന് പറയുന്നത് ES1 minus ES2 will be negative inside. ഇനി കോർ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോ ഫസ്റ്റ് കോയിൽ, അതായത് സെക്കൻഡറിയിലെ S1 എന്ന് പറയുന്ന കോയിലിനായിരിക്കും കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് കട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ആയിരിക്കും കൂടുതൽ EMF ഇൻഡ്യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് EMF എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെ നമ്മുടെ ഇക്വേഷൻ പ്രകാരം? ഓക്കെ. അപ്പൊ LVDT മാഗ്നിറ്റ്യൂഡും പൊളാരിറ്റി ഒക്കെ ചെയ്യാം. അതായത് മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ്, either പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ നമുക്ക് ഏതാണ് നെൽ പൊസിഷൻ നമുക്കറിയാം, അതായത് 0 കിട്ടുന്ന പൊസിഷൻ ആണ് നെൽ പൊസിഷൻ. ഇനി ഞാൻ മൂവ്മെന്റ് നടത്തിയപ്പോൾ എനിക്ക് നെഗറ്റീവാ കിട്ടിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇക്വേഷൻ പ്രകാരം മോഷൻ ഏത് ഡയറക്ഷനിലാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലേക്കാണോ ബാക്കിലേക്കാണോ? ഇപ്പൊ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബെൻഡിങ് കണ്ടുപിടിക്കാനൊക്കെ, ഒരു കോളത്തിന്റെയും വാളിന്റെ ഒക്കെ മുകളിൽ ഈ ഒരു സാധനം LVDT എന്ന് പറയുന്ന എലമെന്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇതിന്റെ ഡയറക്ഷൻ, പൊളാരിറ്റി മീൻസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ബെൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ലീനിയർ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. പൊളാരിറ്റി മീൻസ് ഏത് പോളിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ഡിസ്റ്റൻസിൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിലിംഗും കൂടി LVDT നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സോ LVDTയുടെ ഒരു കൺസ്ട്രക്ഷൻ ഫിഗറും വർക്കിംഗും ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത് അതേ സാധനം തന്നെയാണ്, നിങ്ങൾ അപ്പുറം കണ്ട വീഡിയോയിൽ കണ്ട അതേ എലമെന്റ് തന്നെയാണ്. ഒരു ഹോളോ ഷാഫ്റ്റ് ഉണ്ട്, അതിന്റെ സെൻട്രലായിട്ട് ഒരു പ്രൈമറി കോയിൽ ഉണ്ട്, രണ്ട് എൻഡിലും പ്രൈമറി കോയിലിന്റെ രണ്ട് സൈഡിലായിട്ട് സെക്കൻഡറി കോയിൽ ഉണ്ട്. ഈ സെക്കൻഡറി കോയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, സീരീസ് കണക്ഷൻ ആണ്. ദെൻ പ്രൈമറി കോയിലിൽ നമ്മൾ ഒരു AC സോഴ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡറി കോയിലിന്റെ അക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കോർ എന്ന് പറയുന്ന എലമെന്റ് ആണ്. ദാറ്റ് ഈസ് മൂവബിൾ എലമെന്റ് ഓഫ് LVDT, ദാറ്റ് ഈസ് വർക്കിംഗ് എലമെന്റ് ഓഫ് LVDT. സോ when core moving from null position to right side, the flux associated with the secondary coil in right side will be higher. So the EMF induced in that secondary coil will be higher than the other. So the net EMF may be positive or negative. So we can calculate the correct measurement of distance and the polarity. Okay, pretty clear ആണോ? ക്ലിയർ ആണ്. Okay. സ്റ്റക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പറയേണ്ടത് LVDT കഴിഞ്ഞാൽ LVDTയുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറെ ആപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് സെൻസർ. ഈ LVDT വെറും ഡിസ്പ്ലേസ്മെന്റ് സെൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ
ചില സമയത്ത് ലോഡ് സെല്ലായിട്ടൊക്കെ ഉപയോഗിക്കും. അതായത് വെയിറ്റ് മെഷർ ചെയ്യാൻ, അതേപോലെ ഈ ഡിസ്പ്ലേസ്മെന്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോക്സിമിറ്റി, ഇതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കും. നമുക്കിപ്പം ഡിസ്പ്ലേസ്മെന്റ് സെൻസേഴ്സിന്റെ ഡീറ്റെയിലിംഗ് ആയതുകൊണ്ടാണ് LVDT ഇവിടെ പറഞ്ഞത്. മേ ബി നമ്മൾ മൊഡ്യൂൾസ് മുമ്പോട്ട് പോകുമ്പോൾ LVDT ചിലപ്പോൾ ഇനിയും വന്നേക്കാം. അതേപോലെ സ്ട്രെയിൻ ഗേജ് നമ്മൾ ഇന്നലെ ഡിസ്പ്ലേസ്മെന്റ് സെൻസർ ആയിട്ട് മാത്രമാണ് പറഞ്ഞത്. സ്ട്രെയിൻ ഗേജ് പ്രഷർ സെൻസർ ആയിട്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ. പ്രഷർ സെൻസർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് പ്രഷർ സെൻസിങ്ങിനെ പറ്റി പറയുമ്പോൾ അവിടെ വീണ്ടും സ്ട്രെയിൻ ഗേജ് നമ്മൾ പറയും. ഓക്കെ, ഓക്കെ. ഇത് അതിന്റെ സർക്യൂട്ട് കാണിച്ചാണ്. പ്രൈമറി കോയിൽ സർക്യൂട്ട്, സെക്കൻഡറി കോയിൽ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സെക്കൻഡറി കോയിൽ ഒരൊറ്റ വയറിൽ നിന്നാണ് വൗണ്ട് ചെയ്തെടുത്തേക്കുന്നത്. ബട്ട് ഓപ്പോസിറ്റ് ടേണിങ്സ് ആണ്. ടേണിങ്സിന്റെ ആ ഒരു പാഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടേൺസ് ആണ്, സീരീസ് കണക്ഷൻ ആണ്. സോ ആർമേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചത് നമ്മുടെ ആ കോറാണ്. ആർമേച്ചർ അല്ലെങ്കിൽ ആ കോർ, സോഫ്റ്റ് അയൺ കോർ പോലുള്ള കോർ മെറ്റീരിയൽ സെൻട്രൽ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. ഇനി കോർ അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സെക്കൻഡറി കോയിൽ അസോസിയേറ്റ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് കൂടും. അവിടുത്തെ വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഡ്യൂസ് EMF കൂടുതലായിരിക്കും. അതേപോലെ കോർ താഴോട്ടേക്ക് വരുമ്പോൾ അതർ സെക്കൻഡറി കോയിൽ, സെക്കൻഡറി കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ദെൻ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തൊരു ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് സെൻസിങ് ഡിവൈസ് ആണ് കപ്പാസിറ്റീവ് സെൻസർ, കപ്പാസിറ്റീവ് എലമെന്റ് ബേസ്ഡ് സെൻസർ. എന്താണ് കപ്പാസിറ്റർ? കപ്പാസിറ്ററിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എനർജി സ്റ്റോറിംഗ് ഡിവൈസ്. എനർജി സ്റ്റോറിംഗ് ഡിവൈസ്. അതിന്റെ ചാർജ് സ്റ്റോർ ചെയ്യാൻ, അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറയാറുണ്ട് അല്ലെ. പാരലൽ പ്ലേറ്റ്സ് ആണ് അല്ലെ. അതിന്റെ ഇടയിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് കപ്പാസിറ്റീവ് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കപ്പാസിറ്റൻസിന് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? C is equal to എന്തോ പ്ലേറ്റിന്റെ ഏരിയയും ലെങ്ത് എല്ലാം വെച്ചിട്ടുള്ളല്ലേ? യെസ് യെസ്. ഇക്വേഷൻ എന്താണ്? ഓർമ്മയില്ല. ഇതാണോ ഇക്വേഷൻ? എന്താണ് എപ്സിലോൺ ആർ? എപ്സിലോൺ തന്നെയല്ലേ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യാറ്? ഓക്കെ. C is equal to epsilon r into epsilon 0 അല്ലെങ്കിൽ epsilon o into a by d. That is, epsilon r is the permittivity of dielectric, epsilon 0 is the permittivity of free space, a is the area of overlap between two plates, d is the separation between plates. Okay, സിമ്പിൾ ആയിട്ട് രണ്ട് പാരലൽ പ്ലേറ്റ്സ് മാത്രമുള്ള ഒരു കേസ് എടുക്കാം. ഒരു മിനിറ്റ്. ഇതാണ് രണ്ട് പാരലൽ പ്ലേറ്റ്സ് എന്ന് വെച്ചാൽ. ഇത് കപ്പാസിറ്ററിന്റെ സിമ്പിൾ ആണ്. പാരലൽ ആയിരിക്കില്ല, ഞാൻ മൗസ് ഉപയോഗിച്ച് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ വളവും തിരിവൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ രണ്ട് പ്ലേറ്റ് ഉണ്ടല്ലേ, ഈ കാണുന്നത്. വരക്കുന്തോറും മോശമായി വരുന്നേ ഉള്ളൂ. എന്തായിക്കോട്ടെ, നമ്മളിപ്പോ പറഞ്ഞ ഇക്വേഷനിലെ ഓരോ ടേം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ വരച്ചേക്കുന്നത്. എപ്സിലോൺ 0 into എപ്സിലോൺ ആർ. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. എപ്സിലോൺ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പാരലൽ പ്ലേറ്റിനിടയിൽ നമ്മൾ എടുക്കുന്ന മീഡിയം ഏതാണോ ആ മീഡിയത്തിന്റെ പെർമിബിലിറ്റി എന്ന് പറയും. എന്ത് ഈ മീഡിയം ഡൈഇലക്ട്രിക് എന്ന് പറയുന്ന സാധനം നമ്മൾ സംടൈംസ് എയർ ഡൈഇലക്ട്രിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? എയറിനെ നമുക്ക് കപ്പാസിറ്ററിന്റെ ഡൈഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇനിയല്ല, ഇതിനടുക്ക് വേറെ ഏതെങ്കിലും മീഡിയംസ് വെച്ചിട്ട് ഡൈഇലക്ട്രിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ ഞാൻ ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് ചൂസ് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ കളർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഫുൾ ആയിട്ട് അതിനിടയിൽ ഡൈഇലക്ട്രിക് ഉണ്ട്. ആ ഡൈഇലക്ട്രിക്കിന്റെ എപ്സിലോണിനാണ് എപ്സിലോൺ ആർ എന്ന് പറയുന്നത്. ദെൻ പിന്നെ ആ ഇക്വേഷനിൽ പറഞ്ഞ ടേം എന്താ? എപ്സിലോൺ 0 പറഞ്ഞു, എപ്സിലോൺ ആർ പറഞ്ഞു. എ എന്ന് പറയുന്നത്
എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ഓവർലാപ്പ് ആണ്. അതായത് ഈ പ്ലേറ്റും സെക്കൻഡ് പ്ലേറ്റും ഇത് തമ്മിലുള്ള ഓവർലാപ്പിംഗ് ഏരിയ. എന്ത് ഈ ഓവർലാപ്പിംഗ് ഏരിയ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഫിഗർ കാണുന്നുണ്ട്, ഈ താഴെയിലുള്ള ഫിഗർ, ഈ താഴെയിലുള്ള ഫിഗർ നോക്കേ. ഇതിലെ രണ്ട് പ്ലേറ്റ്, ഈ രണ്ട് പ്ലേറ്റ് മാത്രം നോക്കുക. ഇതിലിപ്പോ ഓവർലാപ്പിംഗ് ഏരിയ എന്ന് പറയുന്നത് ഏത് ഏരിയ ആയിരിക്കും? ഞാൻ ഈ കാണിക്കുന്ന ഏരിയ അല്ലേ എ എൻ എന്ന് പറയുന്ന ഇതല്ലേ ഓവർലാപ്പിംഗ് ഏരിയ. അതായത് രണ്ട് പ്ലേറ്റിനും കോമൺ ആയിട്ട് വരുന്ന ഏരിയ, ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ. ക്ലിയർ ആണോ? നേരെ മറിച്ച് ഈ ഫസ്റ്റ് ഫിഗർ, ഇവിടെ ഈ ഫിഗറിനകത്ത് ഈ പ്ലേറ്റ് 1ഉം പ്ലേറ്റ് 2ഉം തമ്മിലുള്ള ഓവർലാപ്പിംഗ് ഏരിയ ഏതായിരിക്കും? ഈ ഫുൾ ഏരിയ അല്ലേ, ഈ രണ്ട് പ്ലേറ്റിനും കോമൺ ആയിട്ട് വരുന്ന ഏരിയടാ. ഓക്കെ, അപ്പം ഈ ഇക്വേഷനിലെ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോ അല്ലെങ്കിൽ ഏരിയ ഓഫ് വൺ പ്ലേറ്റോ ഒന്നുമല്ല, ഓവർലാപ്പിംഗ് ഏരിയ. രണ്ട് പ്ലേറ്റ് ആണെങ്കിൽ അതിന്റെ ഓവർലാപ്പിംഗ് ഏരിയ ആണ് എ എന്ന് പറയുന്നത്. ദെൻ ഡി എന്ന് പറയുന്നതോ, ഡി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗറിൽ തന്നെ പ്ലേറ്റ് 1ഉം പ്ലേറ്റ് 2ഉം തമ്മിലുള്ള ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്. പാരലൽ പ്ലേറ്റ് ആയതുകൊണ്ട് എല്ലാ പോയിന്റിലും സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കൂലേ? ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ സെൻസിങ് പാരാമീറ്റർ ഒക്കെ പറയുന്നത്. ഇതെങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് സെൻസർ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ ടേംസ് കോൺസ്റ്റന്റ്? എപ്സിലോൺ 0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് വാരി ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് ഉള്ളത്? ഡിസ്റ്റൻസ് വേണമെങ്കിൽ വാരി ചെയ്യാം അല്ലെ. രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വാരി ചെയ്യാം. അതായത് പ്ലേറ്റിന്റെ ഡിസ്റ്റൻസ് മാറ്റിക്കൂടെ? നമുക്ക് മാറ്റിക്കൂടെടാ. ഓക്കെ, എ മാറ്റാൻ പറ്റുമോ? എ മാറ്റാൻ പറ്റുമോ? ഈ തേർഡ് ഫിഗർ നോക്കിയാ, ഞാൻ ഇവിടെ റൗണ്ട് ചെയ്ത ഫിഗർ, ഇതിലിപ്പം ഓവർലാപ്പിംഗ് ഏരിയ മാറ്റാലോ. എ എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ ഏരിയ അല്ലേ, ഓവർലാപ്പിംഗ് ഏരിയ. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ കുറച്ച് സമയം എടുത്തത് പറഞ്ഞത്. എ ഓഫ് കപ്പാസിറ്റൻസിലെ ഇക്വേഷനിലെ എ എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് ഏരിയ ഓഫ് ടു പ്ലേറ്റ്സ് ആണ്. ഇപ്പോ നമുക്കിപ്പോ സെന്ററിൽ പ്ലേറ്റ് 1ഉം പ്ലേറ്റ് 2ഉം, ഫസ്റ്റ് ഫിഗറിലുള്ള പ്ലേറ്റ് 1ഉം പ്ലേറ്റ് 2ഉം, പ്ലേറ്റ് 2നെ ഞാൻ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ തേർഡ് ഫിഗറിലുള്ളത് പോലെ ആവും. അതായത് ഓവർലാപ്പിംഗ് ഏരിയ മാറും. അപ്പൊ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് ഈ ചെറിയ ഏരിയയിലായിരിക്കും അല്ലെ. അപ്പൊ ഓവർലാപ്പിംഗ് ഏരിയയും വേണമെങ്കിൽ നമുക്ക് മാറ്റാം. പിന്നെയോ, എപ്സിലോൺ ആർ മാറ്റാൻ പറ്റുമോ? എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് പ്ലേറ്റിന്റെയും ഇടയിലുള്ള ഡൈ ഇലക്ട്രിക്കിന്റെ പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ഡൈ ഇലക്ട്രിക് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. അപ്പം ഡൈ ഇലക്ട്രിക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കപ്പാസിറ്റൻസ് മാറ്റിക്കൂടെ? മാറ്റാൻ പറ്റൂലേ? അതായത് ഈ ഒരു ഇക്വേഷനകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന എപ്സിലോൺ 0 മാത്രമേ ഉള്ളൂ. ബാക്കി 3 ടേംസും വാരിയബിൾസ് ആണ്, മാറാൻ പറ്റുന്നതാണ്. അപ്പോ നമുക്ക് കപ്പാസിറ്റീവ് സെൻസർ എങ്ങനെയൊക്കെയാണെന്ന് അറിയോ ചെയ്യാം? എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാന്നുള്ളത് ഞാൻ ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോ നിങ്ങൾ ഈ ഒരു പ്ലേറ്റ് 3 കൺസിഡർ ചെയ്യില്ലേ, അത് പോട്ടെ. നമുക്ക് പ്ലേറ്റ് 1ഉം പ്ലേറ്റ് 2ഉം മാത്രമേ ഉള്ളൂ ഈ ഫസ്റ്റ് ഫിഗറിൽ. പ്ലേറ്റ് 3 പോട്ടെ, ഇപ്പം അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണം. ഇതൊരു കപ്പാസിറ്റർ അല്ലേ, രണ്ട് പാരലൽ പ്ലേറ്റ് ഉണ്ട്, അതിനിടയിൽ ഒരു ഡൈ ഇലക്ട്രിക് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന എയർ ആയിട്ടാണ്. എയർ ഉണ്ട് എന്ന് വിചാരിച്ചു. എയർ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയ ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഡൈ ഇലക്ട്രിക് ഉണ്ട്, ഇതിനിടയിൽ സെപ്പറേഷൻ, ഒരു ഡി എന്ന് പറയുന്ന സെപ്പറേഷൻ ഉണ്ട്, രണ്ട് പ്ലേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ എനിക്കിപ്പോ ആരുടെയോ ഒരാളുടെ ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് കാണണം. ഞാനിവിടെ ഒരു റൗണ്ട് വരയ്ക്കുന്നുണ്ട്. ഈ റൗണ്ടിന് മുമ്പോട്ടേക്കും ബാക്കോട്ടേക്കുള്ള മൂവ്മെന്റ് ഉണ്ട്. ഞാൻ ഈ റൗണ്ട് പ്ലേറ്റിനെ ഞാൻ ഇതിലെ പ്ലേറ്റ് 2 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ കളറൊക്കെ വരുമ്പോ ഇവിടെ ഒരു റൗണ്ട് സ്ട്രക്ചർ ഉണ്ട്. ഇതിന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമാണ് ഇതിന്റെ മൂവ്മെന്റ്. ഞാൻ ഈ റൗണ്ട് സ്ട്രക്ചറിനെ ഇതിന്റെ പ്ലേറ്റ് 2 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ റൗണ്ട് സ്ട്രക്ചർ മുമ്പിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലേറ്റ് 2 എന്താവും? പ്ലേറ്റ് 2ഉം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യൂലേ? പ്ലേറ്റ് 2ഉം ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യില്ലേ? എന്നിട്ട് എന്താ മാറുക? ഓവർലാപ്പിംഗ് ഏരിയ. അതാണ് ഈ ഫിഗർ 3 കാണിച്ചിട്ടുള്ളത്. കണക്റ്റഡ് ടു എലമെന്റുമായിട്ട് കണക്ട് ചെയ്തു. എലമെന്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്ലേറ്റ് 2 എന്തായി? അതിന് കണക്കായിട്ട് മുമ്പോട്ടേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഓവർലാപ്പിംഗ് ഏരിയ മാറി. അപ്പൊ ഇനീഷ്യലി ഈ ഒരു കപ്പാസിറ്ററിന് ഒരു കപ്പാസിറ്റൻസ് വാല്യൂ ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ഔട്ട്സൈഡിലുള്ള എലമെന്റുമായിട്ട് ഈ കപ്പാസിറ്ററിന്റെ
ഒരു പ്ലേറ്റ് കണക്ട് ചെയ്തപ്പം എന്ത് സംഭവിച്ചു? എലമെന്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് വാല്യൂ മാറിയില്ലേ? എടാ ക്ലിയർ ആവുന്നില്ലേ? ഒന്നുമില്ലടാ, സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. 3 കാര്യങ്ങൾ വെച്ചിട്ടേ നമ്മൾ പറയുന്നത്. ഇതിലിപ്പോ ഫസ്റ്റ് പറയുന്ന ഓവർലാപ്പിംഗ് ഏരിയ ആണ്. പ്ലേറ്റ് 2 ആയിട്ട് ഞാൻ എന്റെ മോഷനിലുള്ള എലമെന്റിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാള് റൈറ്റ് സൈഡിലേക്ക് ലീനിയർ മോഷൻ നടക്കുമ്പോൾ പ്ലേറ്റ് 2ഉം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഓവർലാപ്പിംഗ് ഏരിയ കുറഞ്ഞ് വരും. ആ കുറവിനനുസരിച്ചിട്ട് ഇതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ മാറും. കാരണം കപ്പാസിറ്റൻസിന്റെ ഇക്വേഷനിൽ എ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എ എന്ന് പറയുന്ന ടേം മാറുമ്പോൾ അതിന്റെ കപ്പാസിറ്റൻസ് മാറും. ഒരു മെത്തേഡ് ബൈ ചേഞ്ചിങ് ദി ഓവർലാപ്പിംഗ് ഏരിയ. ദെൻ രണ്ടാമത്തെ മെത്തേഡ് എന്താ പറയുക? ഇതേ കപ്പാസിറ്റർ തന്നെ ഞാൻ എടുക്കുന്നു. പ്ലേറ്റ് 3 വേണ്ട, പോട്ടെ. പ്ലേറ്റ് 3 ഞാൻ എടുക്കുന്നില്ല. പ്ലേറ്റ് 1ഉം പ്ലേറ്റ് 2 ഉണ്ട്. ഞാൻ പ്ലേറ്റ് 2 ആയിട്ട് എന്റെ മോഷനിലിരിക്കുന്ന എലമെന്റിനെ ഞാൻ കണക്ട് ചെയ്തു. ഈ മോഷനിലുള്ള എലമെന്റിന് അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും മാത്രമേ ഉള്ളൂ. റൈറ്റും ലെഫ്റ്റും ഒന്നുമില്ല, അപ്പും ഡൗണും മാത്രമേ ഉള്ളൂ. അപ്പോ ഈ പ്ലേറ്റ് 2 ആയിട്ട് കണക്ട് ചെയ്ത എന്റെ എലമെന്റ് അപ്വേർഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലേറ്റ് 2ഉം ഇപ്പൊ ഉള്ള പൊസിഷനിൽ നിന്നും അപ്വേർഡിലേക്ക് മൂവ് ചെയ്യൂലേ? ഇല്ലടാ. അപ്പോ ആരാണ് മാറുക? സെപ്പറേഷൻ ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് മാറില്ലേ? ഡിസ്റ്റൻസ് മാറൂലേ? മാറി. അങ്ങനെ മാറുകയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ മാറൂലേ? കാരണം കപ്പാസിറ്റൻസ് വാല്യൂവിൽ ഒരു ടേം ആണ് ഡി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ε0 ε r × a/d. ഡി മാറുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റൻസിന്റെ വാല്യൂ മാറൂലേ? സോ നമുക്ക് ആ കപ്പാസിറ്റൻസിന്റെ വാല്യൂവിലുള്ള ചേഞ്ചിനെ ആരുമായിട്ട് റിലേറ്റ് ചെയ്യാം? എക്സ്റ്റേണലി കണക്ട് ചെയ്ത എലമെന്റിന്റെ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തൂടെ? ചെയ്യാൻ പറ്റൂലേ? Okay, this is a second method of capacitive element based sensor, that is by changing the separation between 2 plates. Clear ആണോ? ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാല് ഇതേ പ്ലേറ്റ് തന്നെ കൺസിഡർ ചെയ്യാം. പ്ലേറ്റ് 1ഉം പ്ലേറ്റ് 2ഉം 2 പ്ലേറ്റ് മാത്രമുള്ള കപ്പാസിറ്റർ കൺസിഡർ ചെയ്യാം. ദെൻ പ്ലേറ്റ് 3 ഒഴിവാക്കിയ ഞാൻ അത് നോക്കുന്നില്ല. അപ്പൊ ഈ പ്ലേറ്റ് 1ന്റെയും പ്ലേറ്റ് 2ന്റെയും ഇടയിൽ ഒരു ഡൈ ഇലക്ട്രിക് ഉണ്ടാവില്ലേ? ഞാനിപ്പോ യെല്ലോ കളറിലൂടെ കാണിച്ചിട്ടുണ്ട്. ഒരു ഡൈ ഇലക്ട്രിക് ഉണ്ട്. ഓക്കെ, ഞാന് എന്റെ മോഷനിൽ ഇരിക്കുന്ന എലമെന്റിനെ ഞാൻ ആരുമായിട്ടാ കണക്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ ഡൈ ഇലക്ട്രിക്കുമായിട്ടാ കണക്ട് ചെയ്തേക്കുന്നത്. നേരത്തെ കണക്ട് ചെയ്തത് പ്ലേറ്റുമായിട്ടായിരുന്നു. ഇപ്പൊ ഞാൻ കണക്ട് ചെയ്യുന്നത് ഈ ഡൈ ഇലക്ട്രിക്കുമായിട്ട് എന്റെ മോഷനിൽ ഇരിക്കുന്ന എലമെന്റിനെ ഞാൻ കണക്ട് ചെയ്യുന്നു. അപ്പോ ഈ മോഷനിൽ ഇരിക്കുന്ന എലമെന്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഡൈ ഇലക്ട്രിക്കും മൂവ് ചെയ്യൂലേ പുറത്തേക്ക്? എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വിചാരിച്ചോ, ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളാൻ തുടങ്ങും. അപ്പൊ അവിടെ ഈ ഡൈ ഇലക്ട്രിക് മാറുന്ന സ്ഥലത്ത് എയറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡൈ ഇലക്ട്രിക് മീഡിയം കയറി വരും അല്ലെ? നമുക്കിപ്പോ ഇതിന്റെ അകത്ത് ഈ യെല്ലോ കളറിലുള്ള ഒരു റിജിഡ് എലമെന്റ് ആയിരുന്നു. ആ റിജിഡ് എലമെന്റ് വലിച്ച് പുറത്തേക്ക് കളയുന്നതിനനുസരിച്ചിട്ട് അവിടെ എയർ റീപ്ലേസ് ചെയ്യും. അതായത് എയർ എന്ന് പറയുന്നതും ഇറ്റ് സെൽഫ് ഡൈ ഇലക്ട്രിക് മീഡിയം അല്ലെ? അപ്പൊ ഇതിന്റെ ഡൈ ഇലക്ട്രിക്കിന്റെ പെർമിറ്റിവിറ്റി റേഞ്ച് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി വാല്യൂ മാറൂലേ? നമ്മുടെ ഈ ഇക്വേഷനകത്ത് ε r എന്ന് പറയുന്ന ടേമിന് വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയൊന്നും മാറുന്നില്ല. പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഓവർലാപ്പിംഗ് ഏരിയ മാറുന്നില്ല. കാരണം പ്ലേറ്റ് രണ്ടും നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ് മാറുന്നില്ല. പ്ലേറ്റിൽ നമ്മൾ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ചെയ്യുന്നില്ല. ആകെ കൂടെ ചെയ്യുന്നത് ഡൈ ഇലക്ട്രിക്കിനാണ് മാറ്റം വരുത്തുന്നത്. അപ്പൊ ഡൈ ഇലക്ട്രിക് മാറുമ്പോൾ ε r വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാറും. ആ ε r മാറ്റത്തിനനുസരിച്ച് നമുക്ക് കപ്പാസിറ്റൻസ് വാല്യൂ മാറും. സോ നമുക്കിപ്പോ നമ്മളെ കണക്ട് ചെയ്തേക്കുന്നത് മോഷനിലുള്ള എലമെന്റിനെ ഡൈ ഇലക്ട്രിക്കുമായിട്ട് കണക്ട് ചെയ്തു. ആ ഒബ്ജക്റ്റ് മോഷൻ സംഭവിക്കുക അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡൈ ഇലക്ട്രിക്കും മൂവ് ചെയ്യും. അപ്പം അവിടുത്തെ ε r വാല്യൂ ചേഞ്ച് ആവും. അതിന് കറസ്പോണ്ടിങ് സി വാല്യൂ നമുക്ക് കിട്ടും. സോ സിയിലുള്ള ചേഞ്ച് ഇസ് ഈക്വൽ ടു ഡൈ ഇലക്ട്രിക്കിലുള്ള അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക്കിന്റെ മോഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ആ ഒരു മോഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഡൈ ഇലക്ട്രിക്കിന്റെ മാറ്റവുമായിട്ട് റിലേറ്റ് ചെയ്യാം. സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റും ഡൈ ഇലക്ട്രിക്കിന്റെ മാറ്റവും തമ്മിൽ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് വാല്യൂയും ഈ ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കപ്പാസിറ്റീവ് എലമെന്റ് ബേസ്ഡ് സെൻസർ 3 രീതിയിലാണ് വർക്ക് ചെയ്യുക. ഒന്ന് ബൈ ചേഞ്ചിങ് ദി
overlapping area. Second one by changing the distance between the plates. Third one by changing the dielectric constant. Sorry, dielectric material. എടാ ഇത്രയും ക്ലിയർ ആണോ? താങ്ക് യു എന്ന് പറയാം, ഞാൻ പോവാന്ന് പറഞ്ഞില്ലല്ലോ. ടൈം ആയല്ലേ? ഓക്കെ ഓക്കെ. പള്ളിയുടെ പ്രശ്നം ആർക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് തൊട്ട് ചിലപ്പോൾ പള്ളികളൊക്കെ തുറക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിലെ ടൈമിങ് മാറുവേ, പുതിയ ടൈം ആയിരിക്കും. അപ്പൊ ഇന്ന് വരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് അതിന്റെ ആപ്ലിക്കേഷൻസും കൂടി പറയാം. ഫീഡ് ഹോപ്പർ ലെവൽ മോണിറ്ററിങ്, അത് ലെവൽ മോണിറ്ററിങ്ങിനാണ് കൂടുതൽ ഉപയോഗിക്കുക. അതായത് ഒരു ഫിക്സഡ് പ്ലേറ്റും ഒരു മൂവബിൾ പ്ലേറ്റും ഉണ്ടാവും. അപ്പോ ഈ ഗ്രീസ് ലെവൽ മോണിറ്ററിങ്, ഈ ലെവൽ മാറുന്നതിനനുസരിച്ച് ഗ്രീസ് ലെവൽ താഴെയിലാണെങ്കിൽ സെപ്പറേഷൻ, ഒരു പ്ലേറ്റ് മുകളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, മറ്റേ പ്ലേറ്റ് ഫ്ലോട്ട് ആയിട്ട് ഗ്രീസിന്റെ ടോപ്പിലാണ് ഉണ്ടാവുക. അപ്പൊ ഗ്രീസ് ലെവൽ പൊങ്ങുന്നതിനനുസരിച്ചിട്ട് സെപ്പറേഷൻ ബിറ്റ്വീൻ പ്ലേറ്റ്സ് കുറഞ്ഞു വരും. ഗ്രീസ് ലെവൽ താഴ്ന്നതിനനുസരിച്ചിട്ട് സെപ്പറേഷൻ ബിറ്റ്വീൻ പ്ലേറ്റ് കൂടി വരും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് മാറ്റം വരും? കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പൊ ആ ഒരു ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് വാല്യൂ എടുത്തിട്ട് നമുക്ക് ഗ്രീസ് ലെവൽ മോണിറ്ററിങ്, ഫീഡ് ഹോപ്പർ ലെവൽ മോണിറ്ററിങ്, ലെവൽ കൺട്രോൾ ഓഫ് ലിക്വിഡ്സ്, അങ്ങനെയുള്ള ലെവൽ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ലെവൽ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് മോസ്റ്റ് ഓഫ് ദ കേസും കപ്പാസിറ്റർ സെൻസർ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രോക്സിമിറ്റി സെൻസർ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അറ്റൻഡൻസ് എടുത്തിട്ടില്ല. അഭിരാം, അബിൻ ജോഷി, ആദർശ്, അക്ഷയ് കെ എം, അറ്റൻഡൻസ് പറഞ്ഞവർക്ക് ലെഫ്റ്റ് ചെയ്യാം കേട്ടോ. ആൽബിൻ തോമസ്, അമൽ കെ പി, അമൽ കെ സന്തോഷ്, അമൽ എം, അനന്തു പി, അനുരാഗ്,